Personally, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു Vivo X200 FE എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ വേരിയൻ്റ് അല്ല, ഗ്ലോബൽ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ആ ഒരു കാര്യമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. ക്യാമറയെക്കുറിച്ചും ചിലതൊക്കെ പറയാനുണ്ട്, അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത്തരത്തിൽ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഇപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു കുഞ്ഞൻ സ്മാർട്ട് ഫോണിൻ്റെ വലിയ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു TPU റബ്ബർ കേസ്, 90 വാട്ടിൻ്റെ വിവോ ഫ്ലാഷ് ചാർജ് അഡാപ്റ്റർ, Type A to Type C ചാർജിങ് കേബിൾ എന്നിവ 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മിഡിൽ ഈസ്റ്റിൽ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. ഇത് കൂടാതെ യെല്ലോയിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയലാണ്, ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ഓറ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് പിറകിൽ കാണാൻ സാധിക്കും. ഒരല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 7.99 mm ആണ് ബോഡി തിക്നെസ്. 186 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ശരിക്കും ഒരു സിംഗിൾ ഹാൻഡിൽ തന്നെ വളരെ കംഫർട്ടായിട്ട് ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു കോമ്പാക്ട് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് ഡ്യുവൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഡ്യുവൽ ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഒരു അത്യാവശ്യം ഒരു പ്രീമിയം ഫീലുള്ള ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.31 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള MOLED ഡിസ്പ്ലേ ആണ്. LTPO പാനലാണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 1800 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതുപോലെ തന്നെ 5000 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെ തിന്നായിട്ടുള്ള ബസിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ 460 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ സൂപ്പർ ഷാർപ്പ് എന്നുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. 10-bit ഡിസ്പ്ലേ ആണ്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. 2160 ഹെർട്സിൻ്റെ PWM ടെക്നോളജി യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ താരതമ്യേന ഫ്ലിക്കറിങ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ രീതിയിലുള്ള സ്ട്രെയിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. സോ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ സംശയത്തിൻ്റെ ഒരു കാര്യമില്ല. ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന് പറയുന്ന 5G പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 3.4 GHz ആണ് ക്ലോക്ക് സ്പീഡ്. ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇതിൽ പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും കോൾ ഓഫ് ഡ്യൂട്ടിയും PUBG ആണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് 120 FPS-ലും അതുപോലെ തന്നെ PUBG നമുക്ക് 90 FPS-ലും ഇതിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 45 മിനിറ്റ്സോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു വാമാവുന്ന ഒരു ഫീൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ പെർഫോമൻസ് വായി നല്ല കിഡിലനായിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഗെയിമിംഗ് മോഡിൽ തന്നെ നമുക്കിതിൽ പെർഫോമൻസ് പാനൽ എന്നുള്ള രീതിയിൽ ബൂസ്റ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി മറ്റ് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. 4D ഗെയിം വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വോയിസ് ചേഞ്ചർ, ബൈപ്പാസ് ചാർജിങ്, അതായത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ചാർജിങ് സിസ്റ്റം ആ ഒരു ബാറ്ററിയിൽ പോകാതെ നമ്മുടെ മദർ ബോർഡിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ താരതമ്യേന രീതിയിൽ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കുറവായിരിക്കും. ഇന്ത്യയിൽ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB 12GB റാമിൽ 512GB. ഇവിടെ ഖത്തറിൽ 12GB 512GB എന്ന് പറയുന്ന ഒറ്റ മെമ്മറി വേരിയൻ്റ് ആണ് അവൈലബിൾ ആകുന്നത്. LPDDR5X റാമിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. അപ് ടു 12GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ വേരിയൻറ്റും ഗ്ലോബൽ വേരിയൻറ്റും ചെറുതായിട്ടുള്ള 1-2 വ്യത്യാസമുണ്ടെന്നത്. ആ ഒരു വ്യത്യാസം പ്രധാനമായിട്ടും വരുന്നത് നെറ്റ്വർക്കിലാണ്. അതായത് ഇന്ത്യയിൽ 20ഓളം 5G ബാൻഡാണ് സപ്പോർട്ടെങ്കിൽ ഈ ഒരു ഗ്ലോബൽ വേരിയൻറ്റിൽ 22ഓളം 5G സപ്പോർട്ടാണ്. അതുപോലെ ഇന്ത്യൻ വേരിയൻറ്റിൽ eSIM കാർഡ് സപ്പോർട്ടല്ല, പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ eSIM കാർഡ് സപ്പോർട്ടാണ്. അതായത് നമുക്ക് 3 നെറ്റ്വർക്ക് നമുക്ക് ഒരേ സമയം നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് eSIM കാർഡ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്കിതിൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. എനിവേ Wi-Fi 7 ആണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. അതുപോലെ തന്നെ NFC ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IR ബ്ലാസ്റ്ററും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഫൺ ടച്ച് OS 15ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബ്ലോട്ടേഴ്സും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഹാർഡ്വെയർസും ചില ആപ്പ് സജഷൻസും ഗെയിം സജഷൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ
അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. കുറച്ച് AI ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ ജെമിനി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച് ട്രാൻസ്ലേറ്റ് ട്രാൻസ്ക്രൈബ് അല്ലെങ്കിൽ എറേസ് തുടങ്ങിയിട്ടുള്ള നമ്മളിപ്പോൾ ഈ തരത്തിൽ ഈ ഒരു സമയത്ത് കാണുന്ന ഒട്ടുമിക്ക AI ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ സൈഡിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞൻ സ്മാർട്ട് ഫോണിൽ വലുതായിട്ട് ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് തന്നെയാണ്. 6500 mAh ബാറ്ററിയാണ്. അതും ലിഥിയം അയൺ ബാറ്ററിയാണ്. സിലിക്കൺ കാപ്പ് ബാറ്ററി കൂടിയല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 90 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ 1 മണിക്കൂറിൽ താഴെ മാത്രമേ വേണ്ടൂ. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു സംശയമില്ല 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത്രത്തോളം പോസിറ്റീവ് പറഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ടൊരു നെഗറ്റീവ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വയർലെസ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. പക്ഷേ എടുത്ത് പറയേണ്ടതായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് വിവോ ശരിക്കും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു വിവോ സയസുമായി കൊളാബ് ചെയ്തതിന് ശേഷം ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണിലും ഫോട്ടോഗ്രാഫി വേറെ ലെവൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൂടിയും 50 മെഗാ പിക്സലിലെ മെയിൻ ലെൻസ് ആണ്. സോണിയുടെ IMX921 സെൻസറോട് കൂടിയിട്ടുള്ളതാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. രണ്ടാമത്തെ ലെൻസ് 50 മെഗാ പിക്സലിന്റെ 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ്, അതിലും OS സപ്പോർട്ടാണ്. അതിലും സോണിയുടെ IMX882 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഞാൻ ഇതിൻ്റെ കൂടെ ഫോട്ടോ സാമ്പിൾസിൻ്റെ ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വിലയിരുത്താൻ പറ്റുന്നതാണ്. എനിവേ മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ നല്ല സൂപ്പർബ് ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. കളേഴ്സ് ചില സമയത്ത് ഒരു നാച്ചുറലും ചില സമയത്ത് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് എന്നുള്ളത്, പക്ഷേ ഭയങ്കര നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് കിഡിലൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അത് HDR കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യമാണെങ്കിലും പോർട്രേറ്റിൽ തന്നെ നമുക്ക് ഹ്യൂമൺ ആണെങ്കിലും അല്ലെങ്കിൽ ആനിമൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനും ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്രോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മാക്രോ പെർഫോമൻസും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർബ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ടെലിഫോട്ടോ ലെൻസ് ആണ്. എസ്പെഷ്യലി ഹ്യൂമൻ പോർട്രേറ്റ് അല്ലെങ്കിൽ ആനിമൽ പോർട്രേറ്റിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നല്ല കിഡിലനായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് എന്നുള്ള രീതിയിലും ആ ഒരു കിഡിലനായിട്ടുള്ള ആ ഒരു നാച്ചുറൽ ബൊക്കെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്നതിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. എനിവേ 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് മിക്ക സമയത്തും നല്ല കിഡിലനായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും ഈവൻ HDR പെർഫോമൻസ് നല്ല ഗംഭീരമായിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് ചില സമയത്തൊക്കെ പോർട്രേറ്റ് ഫോട്ടോസ് എന്നൊക്കെ പറയുന്ന നല്ല സൂപ്പർബായിട്ടുള്ള ചെറിയ ആ ഒരു മുടിയുടെ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ പോലും പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് ചില ഫോട്ടോസിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓവറോൾ ക്യാമറ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളി. വീഡിയോ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവും വീഡിയോയുടെ ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നത്. വീഡിയോ സാമ്പിൾസ് കാണിക്കുന്നതിന് മുമ്പ് ക്യാമറയെ പറ്റി പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങൾ, എസ്പെഷ്യലി നമുക്ക് ഇത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന 2 ഫീച്ചർ. ഒന്ന് ഓറാ ലൈറ്റ്. അത് മിക്ക വിവോ സ്മാർട്ട് ഫോണിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓറാ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെനേരിയോസിൽ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു കളർ പാറ്റേണിൽ ഓറാ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കിഡിലൻ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും എന്നതാണ്.
രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പോർട്രേറ്റിലുള്ള ആ ഒരു വിഷ്വൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ തന്നെ നമുക്ക് 4 കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള ഫോട്ടോസ് അതും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്കിതിൽ എടുക്കാൻ സാധിക്കും. ഇത് രണ്ടും ഈ പറഞ്ഞിട്ടുള്ള ഇത്തിരി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്, ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. ഇതിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റിയിൽ ഫീൽ ചെയ്തത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളി. X200 FEയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ എത്രയാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ GCC രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയാനുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓൾ ഓവർ GCC പ്ലസ് ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 5 വർഷമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത്. ആ ഒരു 5 വർഷത്തിനുള്ളിൽ ബാറ്ററിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അവരത് ചേഞ്ച് ചെയ്യുന്നതാണ്. ആദ്യത്തെ 6 മാസം ഇതിന് സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്നുള്ള രീതിയിൽ ഒരു തവണ അവർ സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ 1.5 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ വിവോയുടെ ഒരു 14,000 രൂപ വില വരുന്ന ഒരു ഇയർബഡ്സും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. എനിവേ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB പ്ലസ് 512GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയൻ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളൂ 2519 ഖത്തറിയാലാണ്. ഒഫീഷ്യലി പ്രൈസ് വരുന്ന ഏകദേശം ഇന്ത്യയുടെ 62,000. ഇന്ത്യയിൽ യഥാക്രമം 12GB പ്ലസ് 256GBക്ക് 54,999 റുപ്പീസും 12GB പ്ലസ് 512GBക്ക് ആണെങ്കിൽ 59,999 റുപ്പീസാണ് വരുന്നത്. എനിവേ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലാണോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് നിന്ന് വാങ്ങുന്നതാണോ ബെനിഫിറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളി. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒരു നെഗറ്റീവ് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല കിഡിലനായിട്ടുള്ള പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഗംഭീരമായിട്ടുള്ള ക്യാമറ പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത ക്യാമറ പെർഫോമൻസ്, സൂപ്പർബായിട്ടുള്ള ഡിസ്പ്ലേ, സൂപ്പർബായിട്ടുള്ള ബാറ്ററി ലൈഫ്, നല്ല അടിപൊളി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസിൽ വേർത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം, ആ ഒരു കാര്യം കൂടി ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.